Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CUET PG 2023 നിന്നുള്ള പാർട്ട് എയിലെ അനലിറ്റിക്കൽ സ്കിൽസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ വാട്ടർ ഇമേജ് ഓഫ് ദ ഫിഗർ എക്സ്. ഫിഗർ എക്സ് എന്നുള്ളതിന്റെ ആ ഒരു ഫിഗറിന്റെ വാട്ടർ ഇമേജ് ഏതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അപ്സൈഡ് ഡൗൺ ആണ്, അല്ലെ അപ്സൈഡ് ഡൗൺ ആണ്. ഇപ്പോ മിറർ ഇമേജ് ആണെങ്കിൽ അവിടെ ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ആണ് മെയിൻ ആയിട്ട് നടക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ മുകളിലുള്ള സംഭവം എന്തായും അതിന്റെ വാട്ടർ ഇമേജ് ആവുന്ന സമയത്ത് താഴെ വരും. ഓക്കെ, ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ഷെയ്ഡഡ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗറിൽ രണ്ട് ഭാഗത്തും ഷെയ്ഡഡ് ഇല്ല. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫിഗറും ഒഴിവാക്കാം. ഇനി നമുക്ക് ഓപ്ഷൻ 3യും ഓപ്ഷൻ 4ഉം ആണ് എന്തുള്ളത് നമുക്ക് ആൻസർ വരാനുള്ള സാധ്യതകളായിട്ട് വരുന്നത്. ഈ ഓപ്ഷൻ 3യും അതുപോലെ തന്നെ ഓപ്ഷൻ 4ഉം ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഓപ്ഷൻ 3യിലും ഓപ്ഷൻ 4ലും എന്ത് വരുന്നത് ചേഞ്ച് വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു മുകൾ ഭാഗത്താണ് തീർച്ചയായിട്ടും ഈ ഒരു ഷെയ്ഡ് വരുന്നത്, അല്ലെ. അതായത് ഈ ഒരു രീതിയിലാണ് ഷെയ്ഡഡ് ഏരിയ എന്ത് ചെയ്യുന്നത് വരുന്നത്. അത് താഴേക്ക് അതിന്റെ വാട്ടർ ഇമേജ് ആയി വരുന്ന സമയത്ത് അത് ഏത് രീതിയിൽ മാറും? ഈ ഒരു രീതിയിലേക്ക് മാറും. ഓക്കെ, ബാക്കി അൺഷെയ്ഡ് റീജിയൻ ഈ ഒരു രീതിയിൽ വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 4 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് മൈൻഡിൽ ആലോചിക്കുക എങ്ങനെയാണ് അത് വരിക എന്നുള്ളത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് അത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലോക്ക്ഡ് ഈസ് റിലേറ്റഡ് ടു YOL XPVW in the same way as OZFMXS is related to. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക്ഡ് എന്നുള്ളത് നോക്കാം. ബ്ലോക്ക്ഡ് അതിന്റെ കോഡ് നോക്കാം. YOL XPVW. അപ്പൊ ഇവിടെയും വന്നിട്ടുള്ളത് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. ബിന്റെ കോഡായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ലെറ്റർ ആയിട്ടുള്ള Y വന്നു. എല്ലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏത് വന്നു? O വന്നു. നെക്സ്റ്റ് OL അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നെക്സ്റ്റ് സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് X വന്നു. ആ രീതിയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. OZFMXS. ഓക്കെ, ഓന്റത് എന്ത് വരും? O എത്രാമത്തതാണ്? 15ാമത്തതാണ്. അപ്പൊ 12ാമത്തെ ലെറ്റർ ഏതാണെന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ ഏതാണ് ഏകദേശം വരിക? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് കിട്ടും L ആണെന്നുള്ളത്. നെക്സ്റ്റ് Z ബാക്കിൽ നിന്ന് ഫസ്റ്റതാണ്, ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് നോക്കുമ്പോൾ A ആണ്. ഓക്കെ, നെക്സ്റ്റ് Fന്റെ കോഡ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. F എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് 6th ലെറ്റർ ആണ്. അപ്പൊ ബാക്കിൽ നിന്ന് 6th ലെറ്റർ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഏതാ വരിക? U ആണ് വരിക. നെക്സ്റ്റ് M-ന്റേത് M 13th ആണ്. ബാക്കിൽ നിന്ന് 13 നോക്കുന്ന സമയത്ത് N ആണ് വരിക. X നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്, C ആണ്. ഓക്കെ, S-ന്റേത് നമുക്ക് ഓൾറെഡി അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ S-ന്റെ നമുക്കറിയാം 19th ലെറ്റർ ആണ്. അപ്പൊ ബാക്കിൽ നിന്ന് 19th ലെറ്റർ നോക്കുന്ന സമയത്ത് H ആണ് വരിക. ഓക്കെ, അപ്പൊ ലോഞ്ച് എന്നുള്ള ഒരു വേർഡ് ആണ് നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ. വളരെ ഈസി ആയിട്ടുള്ള ഒരു മിസ്സിംഗ് നമ്പർ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. ജസ്റ്റ് ഇവിടെ 1ലേക്ക് 1 ആഡ് ചെയ്തപ്പോ എന്ത് ചെയ്യേ? 1ലേക്ക് 1 ആഡ് ചെയ്തപ്പോ എന്തായി? 2 ആയിട്ട് മാറി. നെക്സ്റ്റ് 17ൽ നിന്ന് 16ലേക്ക് വരുമ്പോൾ -1 ആണ്. നേരത്തെ +1 ആയി, ഇവിടെ -1. ഇനി വീണ്ടും +1. 5ൽ നിന്ന് 6ലേക്ക് ആവുമ്പോൾ +1. വീണ്ടും -1 ആണ് വരുന്നത്. നോക്കാം. 3ൽ നിന്ന് 4ലേക്ക് വരുമ്പോൾ വീണ്ടും +1. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 15ൽ നിന്ന് -1 ആയിരിക്കും, അല്ലെ. +1 -1 +1 -1 +1 അടുത്ത -1 ആയിരിക്കും. അപ്പോ 15 -1 എന്ന് പറയുമ്പോൾ 14 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭുവൻ ഈസ് 15th ഫ്രം ഫ്രണ്ട് ഇൻ ക്യൂ ഓഫ് ബോയ്സ്. ഇപ്പൊ ഒരു ബോയ്സിന്റെ ക്യൂല് ഭുവൻ എന്താണ്? ഫ്രണ്ടിൽ നിന്ന് എണ്ണുമ്പോൾ എത്രയാണ്? 15th ആണ്. എത്രയാണ്? 15th ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ there are thrice as many behind him as there were in front. ഇപ്പൊ ഫ്രണ്ടിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നോ അതിന്റെ 3 ഇരട്ടി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ ബാക്കിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് 15ാമത് എന്ന് പറയുമ്പോൾ എന്തായാലും ഭുവനെ കൂട്ടേണ്ട ആവശ്യമില്ല. ബാക്കി ഭുവന്റെ ഫ്രണ്ടിലായിട്ട് എത്ര ആളുകളുണ്ട്? 14 ആളുകളുണ്ട്, അല്ലെ. അദ്ദേഹത്തിന് കൂട്ടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ എത്ര ആളുണ്ട്? 14 ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ 14 ആളുകളുണ്ട്. ബാക്കിൽ എത്ര ആളുണ്ടാവും? അതിന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 14 × 3 = 42 ആളുകൾ എന്ത് ചെയ്യും? ആ ഒരു ബാക്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്കിൽ ഉണ്ടായിരിക്കും. ടോട്ടൽ എത്ര ആളുകളാണെന്നുള്ളത് ജസ്റ്റ് നോക്കാം. 14 + 42. ഓക്കെ, 14 + 42 എന്ന് പറയുമ്പോൾ 56 ആണ്. അതിലേക്ക് നമ്മൾ എന്തുകൂടി ആഡ് ചെയ്യണം? ഭുവനെയും കൂടി ആഡ് ചെയ്യണം, അല്ലെ. ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ പറയുന്ന സമയത്ത് ഭുവൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആഡ് ചെയ്യുന്നില്ല. അപ്പൊ അതിലേക്ക് ഭുവനെയും കൂടി ആഡ് ചെയ്യുക. ഓൾമോസ്റ്റ് 57 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. ഹൗ മെനി ബോയ്സ് ആർ ദർ ബിറ്റ്വീൻ ഭുവൻ ആൻഡ് ദി 7th ബോയ് ഫ്രം ദി എൻഡ് ഓഫ് ദി ക്യൂ. അതായത് ഭുവന്റെയും അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് എണ്ണുന്ന സമയത്ത് 7ാമത് നിൽക്കുന്ന ബോയുടെയും ഇടയിലായിട്ട് എത്ര ആളുകളുണ്ട്? അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് ബാക്കിൽ നിന്ന് ഒരാൾ 7ാമതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കിൽ നിന്നുള്ള റാങ്ക് ആണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അയാളെ ഫ്രണ്ടിൽ നിന്നുള്ള റാങ്ക് കാണണം. എങ്ങനെ? നമുക്ക് ടോട്ടൽ ആളുകളുടെ എണ്ണം അറിയാം. ഇപ്പൊ നോക്കാം. 7
പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള റാങ്ക് ആണ് -1 ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ 57 നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ 7 - 1 എന്ന് പറയുമ്പോൾ 6 ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 57 - 6 ഈക്വൽ ടു 51 വരും. ഈ ഒരു വ്യക്തിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള റാങ്ക് എന്ന് പറയുന്നത് 51 ആണ്. ഭുവന്റെ ഫ്രണ്ടിൽ നിന്നുള്ള റാങ്ക് എത്രയാണ്? 15 ആണ്. ഇയാളുടേത് 51 ആണ്. അപ്പൊ 15ന്റെയും 51ന്റെയും ഇടയിൽ എത്ര ആളുകൾ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. അപ്പൊ 15ാമത് ആളെ കൂട്ടാൻ നിങ്ങൾക്ക് പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഭുവനാണ്. അപ്പൊ ഭുവന്റെ ഇടയിലുള്ളവരെ മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. ഭുവനെയും കൂട്ടാൻ പാടില്ല, അതുപോലെ തന്നെ ഈ 51ാമത് നിൽക്കുന്ന ഇയാളെയും കൂട്ടാൻ പാടില്ല. അപ്പൊ 15ാമത്തെ ആളെ ഒഴിവാക്കി ബാക്കി 5 ആൾ, 20 വരെ ബാക്കി 5 ആൾ, 30 വരെ വേറൊരു 10 ആളും കൂടി, അല്ലെ? 30 വരെ വേറൊരു 10 ആളും കൂടി, ഓക്കെ. 40 വരെ വേറൊരു 10 ആളും കൂടി, 50 വരെ വേറൊരു 10 ആള്. 51ാമത്തെ ആൾ നമ്മൾ കൂട്ടാൻ പാടില്ല. കാരണം അയാളെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബിറ്റ്വീൻ എന്നുള്ള കൺസെപ്റ്റ് എന്ത് ചെയ്യും? അവിടെ ബ്രേക്ക് ആയി പോകും. ബാക്കി ഇവിടെ എത്ര ആളുണ്ട്? 5, 15, 25, 35 ആയിരിക്കും ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ അവരുടെ ഇൻ ബിറ്റ്വീൻ വരുന്ന ആളുകളുടെ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സീക്വൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. On the basis of the above sequence, what will come in the place of question mark in the following? ഇപ്പൊ ജസ്റ്റ് നോക്കാം. ഈ ഒരു സംഭവം നോക്കിയിട്ട് ഇവിടെ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ. ഈ ഒരു ബേസ്, ഈ ഒരു സീരീസ് താഴെ തന്നിരിക്കുന്ന ഒരു അനാലജി പോലെയാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻ പോലെയാണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഏത് റിലേഷൻ ആണ് ഫോളോ അപ്പ് ചെയ്യുന്നത് നോക്കാതെ അതേ കാര്യം എന്ത് ചെയ്യാം? ഇവിടേക്കും അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നോക്കാം. അപ്പൊ നോക്കിക്കോ, ഇവിടെ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഈ ഒരു സ്റ്റാർ ആണ് അല്ലെ. അപ്പൊ സ്റ്റാർ രണ്ടാമത്തെ അല്ലേ വരുന്നത്? ഫസ്റ്റ് സ്റ്റാർ വന്നു, രണ്ടാമത്തെ വന്നു. ഇനി അതിന്റെ കോഡായിട്ട് വരുന്നത് എഫ് ആണ്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എഫ് രണ്ടാമത്തെ, അതായത് ഫസ്റ്റിൽ നിന്ന് സ്റ്റാർ രണ്ടാമത്തെ വന്നു, ബാക്കിൽ നിന്ന് എന്ത് ചെയ്തു? എഫ് രണ്ടാമത്തെ വന്നു. ആ രീതിയിലാണ് റിലേഷൻ. നെക്സ്റ്റ് അത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം. 6 ഫസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റുള്ള ഈ ഒരു 6 ആണ്. അത് തന്നെയല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ ആണ്. നെക്സ്റ്റ് ജെ നോക്കിക്കോ. 1 2 3 4. ഓക്കെ, നാലാമത്തതാണ് ജെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 1 2 3 4 ഈ അറ്റായിരിക്കും. ഓക്കെ, അറ്റ് തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു $M എന്നുള്ളതിന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. L എന്ന് പറയുന്നത് 1 2 3 4 5 ആണ്. അപ്പൊ Q ആയിരിക്കും വരിക. Q തന്നെയാണ് കറക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. 1 2 3 4 5 6 7 8. എട്ടാമത്തതാണ് D വരുന്നത് അല്ലെ. D ആണ് നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത്. 1 2 3 4 5 6 7 8. P ആണ് നമ്മുടെ ഫസ്റ്റ് ടേം ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം. ഈ ഒരു ഓപ്ഷന് നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ലാസ്റ്റത്തെ കൂടി നോക്കിയാൽ മതി അല്ലെ. ലാസ്റ്റത്തെ കൂടി നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, നടുത്ത് ഞാൻ നോക്കുന്നില്ല, ഞാൻ M നോക്കാണ്. M നോക്കുന്ന സമയത്ത് 1 2 3 4 5 6 7 8 9 10. 10ാമതാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി 8ാമത് ഏത് കിട്ടി? 8ാമത് P ആണെന്ന് കിട്ടി. 10ാമത് ഏതായിരിക്കും? W ആയിരിക്കും. അപ്പൊ P യും W യും ആ രീതിയിൽ വരുന്നത് ഓപ്ഷൻ 2 മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഇഫ് ഓൾ ദി ആൽഫബറ്റ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ നിന്ന് എല്ലാ വവൽസും ഒഴിവാക്കാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? B C D E ഇല്ല, F G H I ഇല്ല, J K L M N O ഇല്ല, P Q R S T U ഇല്ല, V W X Y Z ഇല്ല, A ഇല്ല, E ഇല്ല, I ഇല്ല, അതുപോലെ തന്നെ O യും ഇല്ല, അതുപോലെ തന്നെ യു ഇല്ല. ഓക്കെ, 5 ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി. വവൽസിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വിച്ച് ലെറ്റർ വിൽ ബി ദ 7th ടു ദി റൈറ്റ് ഓഫ് 5th ലെറ്റർ ഫ്രം ദി ലെഫ്റ്റ്? അപ്പൊ 5th ലെറ്റർ ഫ്രം ദി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4 5. ഇതാണ് 5th ലെറ്റർ ഫ്രം ദി ലെഫ്റ്റ്. അതിന്റെ 7th ടു ദി റൈറ്റ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7. P ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ദ ഫോളോയിങ് ഫിഗർ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് നമ്പർ ചെയ്യാണ്. 1 2 3 4 5 6. ഓരോ ഇൻഡിവിജ്വൽ ട്രയാങ്കിൾസ് നമുക്ക് ജസ്റ്റ് എടുക്കാൻ പറ്റൂല. 3 4 5 6. അപ്പൊ അത് ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 6 ട്രയാങ്കിൾ ഉണ്ട്. ഇനി 2 പോർഷൻ മാത്രം കൂടിയിട്ട് ഏതൊക്കെ ട്രയാങ്കിൾസ് നമുക്ക് എടുക്കാൻ പറ്റും? 1 + 2 വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ എടുക്കാൻ പറ്റും. 1 + 2 അല്ലെ. നെക്സ്റ്റ് നമുക്ക് 3 + 4 വെച്ചിട്ട് ട്രയാങ്കിൾ എടുക്കാം. 3 + 4 അല്ലെ. നെക്സ്റ്റ് 5 + 6 വെച്ചിട്ട് നമുക്ക് അടുത്തൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എത്ര ട്രയാങ്കിൾ ആയി? 3 ട്രയാങ്കിൾ ആയി. ഇനി നമുക്ക് ബിഗ്ഗർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തല്ലോ. അതായത് ഈ ഒരു ടോട്ടൽ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമല്ലോ. ആ രീതിയിൽ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ എന്ത് ചെയ്യാണ്? ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എത്ര ട്രയാങ്കിൾ ആയി? 10 ട്രയാങ്കിൾ ആയി. ഇനി നമുക്ക് 3 വെച്ചിട്ട് വരുന്ന ഏതൊക്കെ ട്രയാങ്കിൾ എന്നുള്ളത് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് 3 + 4 + 5. ഓക്കെ, ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമുക്ക് 4 + 5 + 6 എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ ഒരു ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമുക്ക് 2 + 1 + 6 എന്നുള്ള രീതിയിൽ അടുത്തൊരു ട്രയാങ്കിൾ പറയാൻ വേണ്ടി പറ്റും.
നെക്സ്റ്റ് 1+2+3 എന്നുള്ള രീതിയിൽ ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 165 ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആക്കാൻ പറ്റുമല്ലോ. ഓക്കെ, 165 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടോ? അത് എഴുതിയിട്ടില്ല. 1+6+5. ഓക്കെ, അപ്പൊ 1+6+5 വെച്ചിട്ട് നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഇവിടേക്കും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കും വന്നു. ഇനി 2+3 വെച്ചിട്ടും ഒരു ട്രയാങ്കിൾ ബാക്കിയുണ്ട്. 2+3+4 ഈ ഒരു ട്രയാങ്കിൾ. ഇത്രയും ട്രയാങ്കിൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ എത്ര നോക്കാം, ഇവിടെ 6 ട്രയാങ്കിൾ കിട്ടി, ബാക്കി 3 9, ഇവിടെ 10 10ഉം ഇവിടെ 6 ഉണ്ട്. അപ്പൊ 16 ട്രയാങ്കിൾ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ടോട്ടല് നമുക്ക് അവിടെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ട്രെൻഡ് ഇൻ ദ റോസ് ഓർ കോളംസ് ആൻഡ് ചൂസ് ദ മിസ്സിംഗ് ടേം ഫ്രം ദി ഓപ്ഷൻസ്. അപ്പൊ ഇതിന് മിസ്സിംഗ് ടേം കണ്ടെത്താനാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഓരോന്നിനും ന്യൂമറിക്കൽ വാല്യൂ എടുക്കുകയാണ്. A2, C4, E6, G3, I5, അടുത്ത ടേം അറിയില്ല, M5, O9, Q14. ഇപ്പൊ നമ്മുടെ നോക്കുന്ന സമയത്ത് 1, 7, 13 ഓക്കെ ആണല്ലോ. ഇവിടെ 3, ഇവിടെ 9, ഇവിടെ 15. നെക്സ്റ്റ് ഇവിടെ 5 വന്നു, ഇവിടെ 17 വന്നു. അപ്പൊ ഇവിടെ നോക്കാം 1, 3, 5 ഓക്കെ, രണ്ട് കൂടി അല്ലെ +2 ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നത് 7, 9, അടുത്തത് 11 ആയിരിക്കും. 11th ലെറ്റർ എന്ന് പറയുമ്പോൾ K ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് നമുക്കറിയാം. നെക്സ്റ്റ് 13, 15, 17 അതും ഓക്കെ ആണ്. അപ്പൊ K ആണ് നമ്മുടെ ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇതും അതുപോലെ തന്നെ ഇതും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഈ നെക്സ്റ്റ് നോക്കാം, ഇവിടെ 2+3 അല്ലേ 5 വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 4+5 അല്ലേ 9 വന്നിട്ടുള്ളത്. അതും ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ 6നോട് ഏതൊരു ടേം കൂട്ടുമ്പോഴാണ് 14 വരിക. അങ്ങനെയാണെങ്കിൽ 14 - 6 എന്ന് പറയുമ്പോൾ 8 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി K8 എന്നുള്ളത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംപ്ഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ചിൽഡ്രൻ ഹു ഗെറ്റ് എൻകറേജ്മെന്റ് യൂഷ്വലി പെർഫോം ബെറ്റർ. അപ്പൊ എൻകറേജ്മെന്റ് കിട്ടുന്ന കുട്ടികൾ യൂഷ്വലി ഒന്നും കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അസംപ്ഷൻ പറയുന്നത് സം പാരന്റ്സ് ഡു നോട്ട് എൻകറേജ് ചിൽഡ്രൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ചില പാരന്റ്സ് എന്ത് ചെയ്യുന്നില്ല, സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യുന്നില്ല എന്നതാണ്. തീർച്ചയായിട്ടും അതൊരു അസംപ്ഷൻ ആണ്. അത് ട്രൂ ആയിരിക്കാം. കാരണം ആ ഒരു എൻകറേജ്മെന്റിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻകറേജ്മെന്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവർ കിട്ടുന്ന കുട്ടികൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മറ്റൊരു വിഭാഗം ഉണ്ട്. എന്ത്, എൻകറേജ്മെന്റ് ചെയ്യാത്ത പാരന്റ്സ് അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന കുട്ടികളും ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് ഫസ്റ്റ് അസംപ്ഷൻ കറക്റ്റ് ആണ്. അപ്പോ ഇതൊരു അഡ്വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ചിൽഡ്രൻ ഹു ഗെറ്റ് എൻകറേജ്മെന്റ് യൂഷ്വലി പെർഫോം ബെറ്റർ. അപ്പൊ രണ്ടാമത്തെ ഒരു അസംപ്ഷൻ പറയുന്നത് പാരന്റ്സ് മേ ഫോളോ അബൌട്ട് ദിസ് എന്നുള്ളതാണ്. ചിലപ്പോ ആ ഒരു അഡ്വൈസ് എന്ത് ചെയ്യാം, പാരന്റ്സ് ഫോളോ ചെയ്തേക്കാം എന്ന് തീർച്ചയായിട്ടും നമുക്കൊരു അസംപ്ഷൻ ആയിട്ട് വെക്കാൻ പറ്റും. ഒരു അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് പാലിച്ചേക്കാം എന്നുള്ളൊരു തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അസംപ്ഷൻ നമുക്ക് തീർച്ചയായിട്ടും അവിടെ വെക്കാൻ വേണ്ടി പറ്റും. ഒരു കൺക്ലൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് പ്രത്യേകിച്ച് പറയാൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 അസംപ്ഷൻ 1 ആൻഡ് അസംപ്ഷൻ 2 എന്നുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ്സ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഫാക്ടറി, മെഷീനറി ആൻഡ് പ്രൊഡക്റ്റ്. ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഏതിലാണെന്നാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്, അതിനകത്ത് എന്തുണ്ടാവും, മെഷീനറി ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, പ്രൊഡക്റ്റും ഉണ്ടാവും. ഓക്കെ, മെഷീനറി ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല മെഷീനറി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെഷീനറി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ രണ്ടും ഒരു ഫാക്ടറിയുടെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും. ഓക്കെ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും അടുത്ത സെഷനുമായിട്ട് കാണും. അതുവരേക്കും ബൈ.